കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞു. സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി. സ്ഥലത്ത് സംഘർഷം നിലനിൽക്കുകയാണ്. നമുക്ക് ആ വാർത്ത പരിശോധിക്കാം. അജി കുഞ്ഞുമോനുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിലാണ് അധ്യാപകരെ സമരക്കാർ തടഞ്ഞിരിക്കുന്നത്. സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അജി കുഞ്ഞുമോൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അജി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പുതിയങ്ങാടി GMUP സ്കൂളിൽ അധ്യാപകരെ സമരക്കാർ തടഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സംഘർഷം നിലനിൽക്കുന്നുണ്ടോ അജി അവിടെ? നിലവിൽ സംഘർഷമില്ല GK. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എന്താ ശരിക്കും സംഭവിച്ചത്? ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാനൊരു വേറൊരു റെസിഡൻസിന്റെ ഒരു മീറ്റിംഗിലായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഇവിടെ ഒരു സമരം നടത്തുന്നുണ്ട് സ്കൂള്. അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂള് ഇത്രയും വർഷമായിട്ട് ഒരുപാട് സമരങ്ങൾ, ഒരുപാട് ബന്ദ്, ഹർത്താൽ നടന്നിട്ടും ഈ സ്കൂള് തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. അപ്പം ഇവിടെ ഈ സ്കൂള് പൂട്ടിക്കാൻ സമരാനുകൂലികൾ വന്ന് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ്. സ്വാഭാവികമായിട്ട് നാട്ടുകാരെന്ന നിലയിൽ നമ്മൾ വന്ന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഇവിടെ വന്നതാണ്. വന്നിങ്ങനെ എല്ലാവരും ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. സമരാനുകൂലികൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവരെ സമരം അവരെ മുദ്രാവാക്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഈ സംസാരമായതിനു ശേഷമാണ് അവിടെ ഒരു ചെറിയൊരു സംഘർഷം നടക്കുന്നത്. എന്താ സംഘർഷം ഒന്നും അറിയില്ല. നമ്മൾ ഈ സമരാനുകൂലികളോട് പറഞ്ഞത്, ഈ സ്കൂള് നടാടെയാണ് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരുന്നത്. ഒരു കാലത്തും ഈ സ്കൂൾ പൂട്ടിയിട്ടില്ല. സ്കൂള് എല്ലാ സമരത്തിനും, ഏത് രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് തുറന്ന് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അതിലുപരി ഇവിടെ നമ്മുടെ പ്രദേശത്ത് മത, സാംസ്കാരിക, സാമൂഹിക സംഘടനകൾ എല്ലാവരും തോളോട് തോള് ചേർന്ന് ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ ഉന്നമനത്തിനും അതിന്റെ നടത്തിപ്പിനൊക്കെ നമ്മൾ അങ്ങനെ സഹകരിക്കുന്നതാണ് എല്ലാ പാർട്ടിക്കാരും. ഇങ്ങനെ ഒരു സീന് വരാൻ സാധ്യതയില്ല ഇവിടെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അധ്യാപകരെ തടഞ്ഞോ? അതെ തടഞ്ഞു കുറച്ച് അധ്യാപകർ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇവര് വന്ന് ബലമായിട്ട് എന്തോ ഇവര് പുറത്താക്കി. എല്ലാവരും പുറത്തുനിന്ന് ഈ ടീച്ചേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആ സൈഡിൽ ചെറിയൊരു സംഘർഷം. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കുട്ടികളുണ്ടായിരുന്നു അവിടെ? കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഈ സ്കൂൾ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവര് പോയി, സമരം നടന്നപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടാകും. അപ്പം ഈ പയ്യൻ വന്നിട്ട് വാപ്പൻ അടിച്ച് എന്ന് പറഞ്ഞിട്ട് എന്നാണ് മുഖത്തടിക്കുന്നത്. എൻ്റെ മുഖത്തടിക്കാൻ ഞാൻ ഇവിടെ ഈ കമ്പിയും ചാരിക്ക. അപ്പം ഞാൻ അവനെ പിടിച്ചിങ്ങനെ തള്ളി. ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും വേറൊരു തമ്മിൽ തല്ലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. GK, ഇതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹങ്ങളുണ്ട്. ഇവിടെ CITU പ്രവർത്തകരടക്കമുണ്ട്. അപ്പോൾ നമുക്ക് അവരോടടക്കം കൃത്യമായി തന്നെ വിവരങ്ങൾ തേടാം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഹൈസ്കൂൾ സമരം ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ തുറക്കലുണ്ട്. കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് പുതിയങ്ങാടി സ്കൂളിൽ നിന്നാണ്. GMUP സ്കൂളിൽ അവിടെ അധ്യാപകരെ സമരക്കാർ തടഞ്ഞു. അവിടെ സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തുകയും ചെയ്തു. നേരിയ തോതിലുള്ള സംഘർഷം നേരത്തെ അവിടെ നിലനിന്നിരുന്നു. അജി കുഞ്ഞുമോൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.